കണ്ണൂർ തളിപ്പറമ്പിലെ കുടിവെള്ള വിതരണ ഏജൻസിയിലെ ജലത്തിൽ ഈക്കോളി സാന്നിധ്യം സ്ഥിരീകരിച്ചു. ജാഫർ എന്ന കുടിവെള്ള വിതരണ ഏജൻസിയുടെ വാഹനത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിളിലാണ് ഈക്കോളി സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഏജൻസിയാണിത്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, പലയിടങ്ങളിലും മഞ്ഞപ്പിത്തമടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കുടിവെള്ള വിതരണ ഏജൻസിയുടെ വാഹനത്തിൽ നിന്നും ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ വിതരണ ഏജൻസിക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി പത്മ, തളിപ്പറമ്പ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്തം വ്യാപകമാകുന്ന സാഹചര്യത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് പരിശോധനകൾ കർശനമാക്കിയത്. ഈ പരിശോധനയുടെ ഭാഗമായി തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുടിവെള്ളം വിതരണം ചെയ്യുകയായിരുന്ന ഗുഡ്സ് ഓട്ടോയിലെ ടാങ്കറിൽ നിന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ കഴിഞ്ഞ ദിവസം ഈ കുടിവെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിരുന്നു. ഈ സാമ്പിൾ പരിശോധനയിലാണ് ഇപ്പോൾ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് തന്നെ ഈ ശുചിത്വമില്ലായ്മ ചൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പ് അധികൃതർ ഈ ഗുഡ്സ് ഈ വാഹനം പിടിച്ചെടുത്തിരുന്നു. പിന്നീട് കൃത്യമായ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിവരികയാണ്. ഈ കുടിവെള്ള വിതരണ ഏജൻസിയായ ജാഫർ തളിപ്പറമ്പ് നഗരത്തിലെ പ്രധാനപ്പെട്ട കുടിവെള്ള വിതരണ ഏജൻസിയാണ്. നഗരത്തിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇവരാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. നിരവധി ടാങ്കറുകളിലായി ഇവർ പ്രദേശത്ത് കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിയുടെ ജാഫർ എന്ന് പറയുന്ന ഏജൻസിയുടെ കയ്യിലുണ്ടായിരുന്ന രേഖകളിൽ പറയുന്നത് തളിപ്പറമ്പിനടുത്തുള്ള ചവനപ്പുഴ എന്ന പ്രദേശത്തെ ഒരു കിണറിൽ നിന്നാണ് ഈ വെള്ളം ശേഖരിക്കുന്നത് എന്നാണ്. പക്ഷെ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ആരോഗ്യവകുപ്പ് ഈ കിണറിൽ നിന്നും വെള്ളം ശേഖരിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു രേഖയുടെ ബലത്തിൽ മറ്റെവിടെ നിന്നെങ്കിലും വെള്ളം ശേഖരിച്ച് വിതരണം ചെയ്യുന്നുണ്ട് ഈ ഏജൻസി എന്ന തരത്തിൽ വേണം സംശയിക്കാൻ. ആ നിലയ്ക്ക് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്തത്. ഏതായാലും കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് DMO ഉൾപ്പെടെയുള്ള ആളുകൾ അറിയിച്ചിട്ടുണ്ട്. കാരണം തളിപ്പറമ്പ് മേഖലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ മഞ്ഞപ്പിത്തം ഒരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കുടിവെള്ള വിതരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികളിലേക്കാണ് ആരോഗ്യവകുപ്പ് കടക്കുന്നത്. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.